ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ്. രേവതി പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ, എല്ലാവരും അറിഞ്ഞ് നാണക്കേടായി. എനിക്ക് സത്യം പറഞ്ഞാൽ നാണം തോന്നുക. നാണം തോന്നുന്നു? എങ്ങനെയാ നാണം തോന്നുന്നത്? അല്ല, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ഈ നാണം ഒന്ന് കാണിക്കോ, ഞാനൊന്ന് കാണട്ടെ രേവതി. അയ്യേ സച്ചേട്ടാ, പൊക്കെ സച്ചേട്ടാ എന്ന് പറഞ്ഞ് സച്ചിനെ തള്ളി നീക്കിയിട്ട് നമ്മുടെ രേവതി ഒരൊറ്റ ഓട്ടം ഓടുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി ചെറിയ നാണത്തോടൊക്കെ കൂടി നല്ല ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ്. ഇളയച്ചൻ വരുമല്ലോ, അതുകൊണ്ട് ആ വീടെടുത്ത് തിരിച്ചു വെക്കുക തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നമ്മുടെ രേവതി കോലമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം സച്ചിയുടെ കൂട്ടുകാരനും കൂടെ വെള്ളമടിക്കാരിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് വെള്ളം അടിക്കാനൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പം സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് പറഞ്ഞു, അത് പിന്നെ എടാ, അപ്പുറത്തെങ്ങാണ്ട് ഒരു തെങ്ങും തോപ്പുണ്ടെന്നോ, അവിടെ ചെറിയ 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 സംഭവങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോഴാണ് നമ്മുടെ രേവതി ഇത് കേട്ടിട്ട്, സച്ചിയേട്ടാ എന്താ ഒരു തെങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടത്? അത് പിന്നെ ഒന്നുമില്ല രേവതി, അപ്പറേ കുറച്ച് കള്ളുണ്ട്, അവിടെ കുറച്ച് തെങ്ങിൻ തോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞതാ. ഞാൻ കേട്ടു. അതെ, അതങ്ങ് നിർത്തി വെച്ചേരെ. അങ്ങനെ ഒരു കള്ളും അങ്ങനെ ഒരു തെങ്ങിൻ തോപ്പും ദേ നിങ്ങളുടെ മുമ്പിലേ ഇല്ലെന്നങ്ങ് കരുതിയാൽ മതി കേട്ടോ. ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കുവേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ രേവതി വേണ്ടേ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ അവിടെ ഇരിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ ഇറങ്ങി വന്നിട്ട്, ഇതെന്താ മോളെ കോലമൊക്കെ രാവിലെ വരയ്ക്കുന്നത്? അല്ലെങ്കിലും നീ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കോലം വരയെ, അല്ലാതെ ഇവിടെ വേറെ ആര് കോലം വരയ്ക്കാനാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന കുറെ കസേരകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറെ പഴയ കസേരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചന്ദ്ര വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രേവതിയോട് അച്ഛമ്മ ചോദിച്ചു, അതൊക്കെ കാണുന്നില്ലല്ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം, അത് പിന്നെ അതൊക്കെ അമ്മ എടുത്ത് മാറ്റി വെച്ചു, ഇന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരെയല്ലേ, അപ്പൊ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചാന്ന് പറഞ്ഞപ്പോ അവളൊരു ക്ലീൻ ആക്കല്, അല്ല പഴയ സാധനങ്ങൾ ഇവിടെ ഇരുന്നെന്ന് ഓർത്തിപ്പോ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട്, അതെ രേവതി, അത് പിന്നെ നീ ഇത് എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? ഈ കോലം വരയ്ക്കുമ്പോ ഇങ്ങനെ വരയ്ക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശുശുശുശോ ഇടി, ഇതിലെന്താ ഒന്നും എഴുതാത്തത്? അല്ലമ്മേ, ഞാൻ കോലം വരയ്ക്കുമ്പോ ഇങ്ങനെയാണല്ലോ സാധാരണ വരയ്ക്കാറുള്ളത്, ഇതിലെന്തെഴുതാനാ? വെൽക്കം എന്ന് പറഞ്ഞ് എഴുതണ്ടേ? വെൽക്കം എന്ന് പറഞ്ഞ് എഴുതണം. ഇളയച്ചൻ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, ശ്രുതിയുടെ ഇളയച്ചൻ. അപ്പൊ പിന്നെ വെൽക്കം എന്ന് പറഞ്ഞ് എഴുതി ഒരു സ്വീകരണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി വന്നിട്ട്, അയ്യോ പിന്നെ അച്ഛമ്മ എത്ര തവണ വീട്ടിൽ വന്നിട്ടുണ്ട് അറിയാലോ, എന്നിട്ട് അച്ഛമ്മയ്ക്ക് വെൽക്കം എന്നും പറഞ്ഞ് എഴുതി ഇങ്ങനെ ഒരു സ്വീകരണം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളിപ്പ തരും, ഞാൻ അവിടെ വരുന്നത് ഇവക്ക് വെറുപ്പല്ലടാ, പിന്നെ എങ്ങനെയാ അവള് വെൽക്കം എന്ന് പറഞ്ഞ് എഴുതുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അതാണ് പറയുന്നത്. അച്ഛമ്മ ഇനി വരുമ്പോ മലേഷ്യ എന്ന് പറയണം, മലേഷ്യ എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊക്കെ കിട്ടും എന്നിങ്ങനെ പറയാം. അപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ തൊട്ടടുത്തൊരു വക്കറ്റ് ഇരിക്കുന്ന കണ്ടിട്ട്, ഇത് എന്ത് വക്കറ്റ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഈ വക്കറ്റ് കോലം കണ്ടാൽ മതിയല്ലോ, ഈ വക്കറ്റ് എടുത്ത് മാറ്റി വെക്കില്ല മതി എന്ന് പറഞ്ഞിട്ട് ആ വക്കറ്റൊക്കെ എടുത്ത് തട്ടിക്കളയുകയാണ്. എന്നിട്ട് അപ്പുറേക്ക് ഓടി ചെല്ലാൻ തുടങ്ങി നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ചന്ദ്ര മുട്ടും കുത്തി അങ്ങ് വീഴാൻ തുടങ്ങിയത് രവീന്ദ്രൻ കയറി പിടിച്ചു. അപ്പോഴത്തേക്കാണ് മഹേഷ് ഉണ്ടല്ലോ, നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ, തന്നനന താനാന തന്നനന താനാന, ആ പാട്ടിന്റെ ഒക്കെ ഒരു മ്യൂസിക് ഇട്ടു കേട്ടോ. കാരണം ഒരു ചെറിയ റൊമാൻസ് പോലെ. അപ്പം സച്ചി ചോദിച്ചു, എന്താണ് നീ മ്യൂസിക് ഒക്കെ ഇടുന്നത്? ഹേയ്, ഇവിടെ എന്തോ ഒരു ചെറിയ സിനിമ സ്റ്റൈല് പോലെ തോന്നി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട്, എന്തിനാ അച്ഛാ കയറി പിടിച്ചത്? ഓ, പിടിച്ചില്ലായിരുന്നുവെങ്കിലേ ജസ്റ്റ് മിസ്സായി പോയി, ഒരു നല്ല കാഴ്ച കാണായിരുന്നു. അതേടാ കാണായിരുന്നടാ, ഞാൻ വീഴുന്നത് കണ്ട് നിനക്ക് ആസ്വദിക്കണോ അല്ലേ? അതിനല്ലേ നീ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാടാ, അല്ലെങ്കിൽ ഇവൻ അങ്ങനെയാണല്ലോ, തള്ളേനെ വീഴ്ത്താൻ നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്ര, അയ്യോ മറന്നുപോയി, മലേഷ്യന്ന് ശ്രുതിയുടെ ഇളയച്ച് വരുന്നതിന് മുമ്പ് അവിടേക്ക് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും ഒരൊറ്റ ഓട്ടം ഓടുകയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ, അമ്മേ ഇതെന്താ അമ്മ ഇവക്ക് പറ്റിയത്? എനിക്കറിയില്ല നിന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്ന്, നിനക്കേ അറിയില്ല, പിന്നെ എങ്ങനെ എനിക്കറിയാവുന്നത്? ഒരേളയച്ചനും അല്ല, അങ്ങേര് ഇങ്ങോട്ട് വരുവോ? അയ്യോ, ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കാണേണ്ടത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛമ്മേ, എന്തൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ
ഉറക്കമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരികയാണ്. വർഷയും ശ്രീകാന്തും ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കലി വരും. നമുക്കല്ല, സാധാരണപ്പെട്ട ഒരുമാതിരി മുതിർന്നവർക്കൊക്കെ ദേഷ്യം വരും. ആ ഒരു സമയത്താണ് 10 മണി 11 മണിയൊക്കെ ആയപ്പോഴെങ്ങാണ്ടാണ് രണ്ടും കൂടി എണീറ്റ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷേനെ കണ്ടതും സച്ചി ഇങ്ങനെ അച്ഛമ്മേനെ കാണിച്ചു കൊടുക്കുക, ദേ വരുന്നത് കണ്ടോ, സമയം എത്രയായിരുന്നു നോക്കാം അച്ഛമ്മേന്ന്. അപ്പോഴാണ് അച്ഛമ്മയ്ക്ക് ഇത് പെട്ടെന്ന് കണ്ണിപ്പെട്ടത്. അച്ഛമ്മ ചോദിച്ചു, ഇതെന്താ വർഷേ നീ ഇത്ര താമസിച്ച് എണീറ്റത്? അയ്യോ, ഇതത്രയ്ക്ക് നല്ല ശീലമല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു, അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എണീക്കാറുള്ളത്. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെ ആന്റി, എനിക്ക് കോഫി കിട്ടിയില്ല. കോഫി എന്താ എനിക്ക് കൊണ്ടു തരാതിരുന്നത്? അത് പിന്നെ നിനക്ക് കോഫി കിട്ടിയില്ലേ? രേവതി, എടി രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രേവതിനെ. അപ്പൊ ഇതെല്ലാം അച്ഛമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി വന്നു. രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മയെ വിളിച്ചത്? അത് പിന്നെ ഇവക്ക് നീ കോഫി കൊണ്ടു കൊടുത്തില്ലേ? അത് പിന്നെ വർഷ എണീക്കാതെ ഞാനെങ്ങനെ വർഷയ്ക്ക് കോഫി തരുന്നത്? അമ്മയ്ക്ക് കോഫി തന്നല്ലോ. എനിക്ക് കോഫി തന്നു, ഇവർക്ക് നീ കോഫി കൊണ്ട് കൊടുക്കണ്ടേ? അവരെണീക്കുന്ന സമയം നോക്കി കറക്റ്റ് കോഫി കൊണ്ട് കൊടുക്കണം. അത് പിന്നെ ഞാൻ അവരെണീക്കാത്തത് കൊണ്ട്. അപ്പൊ വർഷം പറഞ്ഞു, ഞങ്ങൾ എണീറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ രേവതി ചേച്ചി ഞങ്ങൾക്ക് കൊണ്ട് കോഫി തരിക? ഏതായാലും ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കോഫി വേണം, ഒരു സ്ട്രോങ് ആയിട്ടൊരു കോഫി എടുക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ കയറി കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അച്ഛമ്മ, ഇതെന്താ ഈ പെങ്കൊച്ചി കാണിക്കുന്നത്? രാവിലെ പല്ലു കൂടി തേക്കിച്ചില്ല, കോഫി കുടിക്കാനോ? അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇത് ബെഡ് കോഫിയാ, ബെഡ് കോഫി. ബെഡ് കോഫിയോ? അതെന്ത് കോഫി? അല്ല, ഇത് പല്ല് തേക്കുന്നതിന് മുമ്പ് ബെഡിൽ എണീറ്റിരുന്ന് കുടിക്കാനുള്ള കോഫിയാണ് ബെഡ് കോഫി. എന്ത് കോഫി ആണെങ്കിലും പല്ല് തേക്കാതെയും കുളിക്കാതെയും കുടിക്കുന്നത് അതത്രയ്ക്ക് ഐശ്വര്യമുള്ള കാര്യമല്ല. രേവതി മോളെ കണ്ടു പഠിക്ക്. രേവതി മോള് കുളിച്ച് പല്ല് തേച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് രാവിലെ. അവള് കോഫി എല്ലാവർക്കും തനിയെ ഇട്ടോണ്ടാ കൊടുക്കുന്നത്. പെണ്ണുങ്ങളായാൽ അങ്ങനെയാ വേണ്ടത്. ഇതിപ്പം ഉച്ചയിൽ വെയിൽ കയറുന്നവരെ കിടന്നുറങ്ങിയതും പോരാഞ്ഞിട്ട് കോഫി 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 എന്ന് പറഞ്ഞ് വന്നിരുന്നിരിക്കുമ്പോൾ ഒരാൾ കോഫി മുമ്പിലേക്ക് എടുത്ത് തരാനും കാലിൽ കയറ്റിയിരുന്നത് കുടിക്കാനും. ഇതെന്തുവാ ശ്രീകാന്ത്, നീ ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? ഒരു പെണ്ണ വീട്ടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്, വിളക്കെന്ന് പറയുന്നത്. ആ പെണ്ണ് രാവിലെ എണീക്കാതെ ഉച്ചയിൽ വെയിൽ വരെ കയറുന്നത് വരെ കിടന്നുറങ്ങുന്നത് അതത്രയ്ക്ക് ശരിയായ കാര്യമാണോ? അതത്രയ്ക്ക് നല്ല കാര്യമാണോ? നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ചന്ദ്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, പിന്നെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞൊന്നും കൊടുക്കത്തില്ല. വേണ്ട കാര്യം ഒന്നും പറഞ്ഞു കൊടുക്കില്ല, വേണ്ടാത്ത കാര്യം മാത്രമല്ലേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? അത് പിന്നെ അവക്ക് അങ്ങനെയൊന്നും ഇല്ലമ്മേ, അതൊന്നും അവക്ക് ഇതുവരെ ശീലമായിട്ടില്ല. അവളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെയല്ലേ ഇവിടെയും ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ വീട്ടില് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ സ്വന്തമായിട്ട് നോക്കിയും കണ്ടും പഠിക്കേണ്ടതാ. അല്ലാതെ ഇതാരും പറഞ്ഞൊന്നും ചെയ്യിപ്പിക്കേണ്ടതല്ല. ഇനിയിപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പറഞ്ഞു ചെയ്യിപ്പിക്കണം. കെട്ടിയനും അമ്മായിയമ്മയും കൂടി ചേർന്ന്. എന്താ ശ്രീകാന്ത ഇത്? അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അത് പിന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ എന്താ ശ്രീകാന്ത് പ്രൊഫസറും വല്ലോ ആണോ അച്ഛമ്മേ? അപ്പം നമ്മുടെ ശ്രീകാന്ത്, വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? രേവതി ചേച്ചി ഒരു കോഫി താട്ടോ എന്ന് പറഞ്ഞ് അവിടെ കയറി വീണ്ടും ഇരിക്കുകയാണ് ആ സെറ്റിയിൽ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശ്രീകാന്ത് വർഷേനെയും പൊക്കി പിടിച്ചോണ്ടങ്ങ് പോവാണ് കേട്ടോ. ബാ വർഷേ, ബാ 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 പോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, എന്താ ചന്ദ്രേ ഇത്? നിന്റെ മരുമകൾ ഏതായാലും കൊള്ളാം. ഈ മരുമക്കളെയല്ലേ നീ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. എപ്പോഴാന്ന് അറിയത്തില്ല മൂക്കും കുത്തി താഴെ വീഴുന്നത്, നോക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അല്ല ശ്രുതിയും കൂടെ വരുന്നത് കേട്ടോ എണീറ്റ്. അപ്പോഴത്തേക്ക് ഇവരെണീറ്റ് വരുന്നത് കണ്ടതും ചോദിച്ചു, അതെ നിങ്ങളും ഇപ്പോഴാണോ എണീറ്റത്? അല്ല ചമ്മ, ഞങ്ങൾ എണീറ്റിട്ട് കുറെ നേരം ആയതാ. എന്നിട്ട് എന്താ ഇങ്ങനെ നടക്കുന്നത്? കുളിച്ചു വൃത്തിയായൊന്നുമില്ലേ? കുളിച്ച് വൃത്തിയാകുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത്, പോയി കുളിക്കാൻ പറ്റില്ലായിരുന്നോ? ഇപ്പം ശ്രുതിയുടെ ഇളയച്ച വരില്ലേ? അല്ല മോളെ, നിന്റെ ഇളയച്ച നിന്നെ വിളിച്ചായിരുന്നോ? രാവിലെ തന്നെ എത്തുവോ? അത് പിന്നെ രാവിലെ തന്നെ എത്തുന്നാ പറഞ്ഞത്. അയ്യോ ആണോ? അയ്യോ രവിയേട്ടാ ഇങ്ങ് വന്നേ, അവളുടെ ഇളയച്ചൻ ഇപ്പൊ വരുന്നു. അയ്യോ 1 മണിയും കഴിഞ്ഞില്ല. ചന്ദ്രേന്നല്ല രേവതി, നീ ഒരു കാര്യം ചെയ്തേ, പെട്ടെന്ന് പോയി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്ക. ഞാൻ പറഞ്ഞ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയോ? അത് പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു അമ്മേ. അപ്പൊ വീണ്ടും ഇങ്ങനെ വെപ്രാളം കയറുകയാണ്. അപ്പൊ ചന്ദ്ര ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മ ചോദിക്കുക, ചന്ദ്ര നിനക്ക് എന്താ പറ്റിയത്? നിന്റെ സമനില തെറ്റിയോ? നീ കുറെ നേരം ആയല്ലോ കിടന്ന് തുടങ്ങിയിട്ട്, വന്നപ്പം മുതൽ ഇളയച്ചൻ ഇതിപ്പോ ഒരു സമാധാനവും നീ തരത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ചന്ദ്ര, ഞാൻ അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കാം, നീ ഇവിടെ നിൽക്കുക ചന്ദ്ര. മോളെ ശ്രുതി, നിന്റെ ഇളയച്ചൻ വരുവോ? ഇനി വരാതെ അങ്ങനെ ഇരിക്കുവോ? അല്ല, ഇവളുടെ ഈ കാട്ടായൊക്കെ കണ്ടിട്ട് ഇനി വന്നു കഴിഞ്ഞില്ലെങ്കിലേ ഇവക്ക് അറ്റാക്ക് വന്ന്
നമുക്ക് വല്ലതും സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഇളയച്ച വരും, ഉറപ്പായിട്ട് വരും അങ്കിളെ എന്ന് പറഞ്ഞു. വരും വരും. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, നിന്റെ കെട്ടിയോളെ രാത്രി എങ്ങാണ്ടേ വെളിയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്, വല്ല ബാധയും കയറി കാണും, അതാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. അപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ ബാധ പേടിച്ച് ഓടിപ്പോയി കാണും, പിന്നെയല്ലേ ബാധ കയറുന്നത്. ദേ സച്ചി, നീ മിണ്ടാതിരുന്നോണം. എന്റെ പൊന്ന് അമ്മേ, ഞാനൊരു കാര്യം പറയാം, ഇവന്റെ വായ എങ്ങനെയെങ്കിലും പൂട്ടണം, ഇല്ലെങ്കിലുണ്ടല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവൻ ആവശ്യമില്ലാത്തതും ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് കാലിൽ നിന്ന് തരിച്ചു കയറും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എങ്ങനെയെങ്കിലും ഇവന്റെ വായ പൂട്ടി വെക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ, അതെ എന്റെ വായല്ല പൂട്ടേണ്ടത്, അമ്മയുടെ വായ മാണിച്ചിത്ര താഴിട്ട് പൂട്ടേണ്ടത്. ഏത് നേരവും ഇളയച്ചൻ കേട്ട് മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്ത് പിടിക്കൂടാ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. അദ്ദേഹം ആദ്യമായിട്ടാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, അപ്പൊ പിന്നെ നമ്മളല്ലേ സ്വീകരിക്കേണ്ടത്. അയ്യോ, ഇളനീര് വെട്ടാൻ മറന്നുപോയി. അതെ, അപ്പറേ ഇളനീര് കുറച്ച് വെട്ടി എടുത്തോണ്ട് വാ, നിന്റെ കെട്ടിയവനോട് പറ രേവതി എന്ന് പറയുമ്പോൾ സച്ചു പറഞ്ഞു, എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല ഇളനീരൊന്നും എടുത്തോണ്ട് വരാന്. അതെന്താ നിനക്ക് പറ്റാത്തത്? നീ ഇളനീര് എടുത്തോണ്ട് വന്നേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ മോനെ, ഞാൻ നിന്നോട് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം ആയില്ലേ ഇളനീരൊക്കെ കുടിച്ചിട്ട്, അവിടെ ചെന്തെങ്ങിന്റെ ഇളനീര് അത് വെട്ടിക്കൊണ്ട് വാ. അച്ഛൻ പറഞ്ഞൊന്ന് ഞാൻ വെട്ടിക്കൊണ്ട് വരാം, അല്ലാതെ അവർക്കൊന്നും അല്ലാട്ടോ ഞാൻ വെട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇളനീര് വെട്ടാനായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട്, എൻ്റെ ഈശ്വര, ഇനിയിപ്പോ വരുമോ അയാള്? ഇനിയിപ്പോ വന്നു കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ആകെ മൊത്തം പേടിയാവുക എന്ന് പറഞ്ഞ് അയാളെ എടുത്ത് ഫോൺ ചെയ്യാം. ഏതായാലും നമ്മുടെ ബീരാനിക്കാരെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞില്ലെങ്കിലേ എന്താ സംഭവിക്കാൻ പോവാന്ന് അറിയാലോ. നമ്മുടെ ചന്ദ്രയ്ക്ക് സത്യമായിട്ടും അറ്റാക്ക് വന്ന് ചാകും, അത് ഉറപ്പുള്ള കേസാണ്. അതുകൊണ്ട് അയാൾ വന്നില്ലെങ്കിൽ അവിടെ നാണം കെടാൻ പോകുന്നത് ശ്രുതിയാണ്, അവിടെ ജയിക്കാൻ പോകുന്നത് സച്ചിയാണ്. അപ്പൊ സച്ചി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അയാളെ ഒന്ന് കാണണമല്ലോ, അയാളൊന്ന് വരുന്നൊന്ന് കാണണമല്ലോ, മിക്കവാറും അയാൾ വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചില സമയം ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇനി അയാൾ വന്നില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കറിയുകയും ചെയ്യാം. അപ്പൊ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മയുടെ വീട്ടിന്റെ മുമ്പില്. ചന്ദ്ര നോക്കിയത്, ദേ ഒരു കാറ് വരുന്നു. ചന്ദ്രയ്ക്കങ്ങ് സന്തോഷമായില്ലേ. അയ്യോ, ദേ ശ്രുതിയുടെ ഇളയച്ചൻ വന്നു എന്നും പറഞ്ഞ് കണ്ണും തള്ളി അവിടെ നിന്നിട്ട് രവിയേട്ടാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവി വന്നിട്ട്, എന്താ അത് പിന്നെ വന്നു ശ്രുതിയുടെ ഇളയച്ചൻ വന്നു. എവിടെ? ദേ അവിടെ. അപ്പൊ അച്ചമ്മ ഇത് കാണുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര ശ്രുതി പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വാതിൽ തട്ടുക. അപ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ചന്ദ്ര ഓടിയിട്ട് വർഷേ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഓടിയപ്പോഴത്തേക്കും അവിടെ കാലാണ് ചെറിയ രീതിയിൽ തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്തുവാ ചന്ദ്രനെ നീ കാണിക്കുന്നത്? അത് പിന്നെ കാല് തട്ടി, സാരമില്ല വർഷേ, ശ്രീകാന്ത് ഇറങ്ങി വാ, ശ്രുതിയുടെ ഇളയച്ചൻ വന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവരെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിനെ വിളിക്കുക, രേവതി ആരതി തട്ടെടുത്തിട്ട് വാ, ശ്രുതിയുടെ ഇളയച്ചൻ വന്നു എന്ന് പറഞ്ഞ്. ഏതായാലും നമ്മുടെ രേവതി ആരതി തട്ടെടുക്കാൻ പോയി. ഈ സമയത്ത് ശ്രുതി ഇറങ്ങി വരികയാണ് കേട്ടോ. ശ്രുതി പേടിച്ച് ദൂറിയാട്ടോ ഇറങ്ങി വരുന്നത്. എൻ്റെ ദൈവമേ, എന്തായി തീരുന്ന അറിയില്ലല്ലോ. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അഭിനയിച്ചാൽ മതിയായിരുന്നു. അയ്യോ, അഭിനയിച്ചില്ലേ കുളമായി പോവുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട്, നീ എന്താ ശ്രുതി ആലോചിക്കുന്നത്? ഹേയ് ഒന്നുമില്ല. അപ്പൊ ചന്ദ്ര വന്നിട്ട്, ദേ ശ്രുതി നിന്റെ ഇളയച്ചൻ വന്നു, പെട്ടെന്ന് വാ. ഇളയച്ചൻ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി അഭിനയിച്ച് ശ്രുതി ഇറങ്ങി വരിക. എന്നിട്ട് ശ്രുതി ആണെങ്കിൽ ഇളയച്ച എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ പുറകെ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അച്ചമ്മ, രവി അവള് കളിക്കുന്ന കളി കണ്ടോ, മാനത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നക്ഷത്രമാണോ അയാള്? 2-3 ദിവസമായിട്ട് അവരുടെ ചന്ദ്രയുടെ കാല് നിലത്തുറച്ചിട്ടില്ല. ഏതായാലും ഒടുവിൽ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചന്ദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ. ഏതായാലും ഈ സമയത്ത് എല്ലാവരും കൂടെ ഇളയച്ചനെ ക്ഷണിക്കാൻ വേണ്ടി കാറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ കാറിനകത്ത് നിന്ന് ആരെയും കാണുന്നുമില്ല. ഇങ്ങനെ കാറില് പുറത്ത് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇതെന്ത് പറ്റി, കാറിൽ നിന്ന് ആരും ഇറങ്ങാത്തത്? വന്നത് നിന്റെ ഇളയച്ചൻ തന്നെയല്ലേ ശ്രുതി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഇളയച്ചനായിരിക്കും ആന്റി എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുക. എന്നിട്ട് മനസ്സിൽ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, അയ്യോ ഫിൽട്ടപ്പ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും, ആക്ഷൻ പറഞ്ഞാലേ മിക്കവാറും അഭിനയിക്കുവോളെന്നാ തോന്നുന്നത്, ഇതെന്താ ഇറങ്ങി വരാത്തതെന്ന്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ശ്രുതി എന്താ ആലോചിക്കുന്നത്, വന്നത് നിന്റെ ഇളയച്ചൻ തന്നെയല്ലേ? അതെ ആയിരിക്കും. എങ്കിൽ പിന്നെ നീ പോയി വിളിക്ക്, അതാ ബാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ വണ്ടിയുടെ.
അടുത്തേക്ക് ചെന്നതും ഒരാൾ പെട്ടെന്ന് വാതിലല്ല സോറി ഡോറ് തുറന്നപ്പോഴത്തേക്കും അതെ ഇതല്ല ഇളയച്ചൻ, ഇത് ഡ്രൈവറാ. ഓ ഡ്രൈവറോ, അപ്പൊ ഇളയച്ചൻ എന്തിയെ? അങ്ങനെ ഡ്രൈവർ ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുക. അപ്പോഴത്തേക്ക് പുള്ളിക്കാരനാണെങ്കിൽ കാലിങ്ങനെ കുത്താൻ തുടങ്ങിയിട്ട് ഇടതുകാല് വേണ്ട വലതുകാല് മതി എന്ന് പറഞ്ഞ് വലതുകാല് കുത്തുകയാണ് കേട്ടോ. അങ്ങനെ വലതുകാല് കുത്തി ചാടി ഇങ്ങനെ ഇറങ്ങി നൂർന്ന് നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു കോമാളി രൂപമാണ് കേട്ടോ പുള്ളിക്കാരൻ വന്നേക്കുന്നത്. അതുപോലെയാണ്, ചെറിയൊരു കോട്ടും അകത്ത് സൂട്ടൊക്കെ ഇട്ട്. അങ്ങനെ അദ്ദേഹം മനസ്സിലിങ്ങനെ വിചാരിക്കുക, അയ്യോ ഈ കോട്ട് ശരിയാകുന്നുമില്ല, ഇതൊന്നും അങ്ങോട്ട് ഇരിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് പാണ്ടൊക്കെ വലിച്ചു കയറ്റിയതും നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയൊക്കെ കാണുകയാണ്, അതായത് ചന്ദ്രനെയൊക്കെ കാണുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ ഇയാള് ഒന്നിങ്ങനെ ചമ്മി കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ നോക്കിയിട്ട് അയ്യോ ഒരു ഒന്നൊന്നര ഇളയച്ചനാണല്ലോ ഇത് എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പതുക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരുവാണ് കേട്ടോ. ഇങ്ങനെ കേട്ടോ നടന്നു വരുമ്പോഴത്തേക്കും ആടിന്റെ വിളികൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ആടിന്റെ വിളി കേട്ട് കഴിയുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ഗോട്ടോ ഇതിന്റെ ഇയാൾ ഇങ്ങനെ പറയുന്നത്? അത് പിന്നെ വേറൊന്നുമല്ല, ഗോഡ്സ് ഓൺ കൺട്രി, വെരി നൈസ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി വിടുക. എന്നിട്ട് നമ്മുടെ ശ്രുതിനിക്ക് കൈ കൊടുത്തിട്ട് ഹായ് മോളു എന്തൊക്കെയുണ്ട്? അത് പിന്നെ സുഖം ഇളയച്ച. അത് പിന്നെ ദേ ഈ നിൽക്കുന്നതാ എന്റെ ആന്റി, അടുത്ത് നിൽക്കുന്നത് എന്റെ ഭർത്താവാ, ഹസ്ബൻഡാ എന്ന് പറഞ്ഞപ്പോ ഹായ് ആന്റി, ഹായ് ഹസ്ബൻഡ്, ഞാൻ സുന്ദർദാസ്, നമസ്കാരം എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു. അപ്പൊ സുധി നമസ്കാരം, നമസ്കാരം എന്നിങ്ങനെ നമ്മുടെ ഇളയച്ചനും പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഡ്രൈവറിനോട് ചോദിച്ചത് എത്ര രൂപയായി? 1500. ദേ ഈ പൈസ വെച്ചോ. അയ്യോ ബാലൻസ് തരാൻ എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല, ചില്ലറ ഇല്ല. എനിക്കിത് ചില്ലറയാണ്, ഇത് കയ്യിൽ വെച്ചോ. അത് പിന്നെ സാറിന് ബാലൻസ് തരാൻ എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലെന്നാ പറഞ്ഞത്. ചേഞ്ച് ഉണ്ട് സാറേ, ബാലൻസ് താൻ കയ്യിൽ വെച്ചോ. ഈ പൈസയൊന്നും എനിക്ക് വിഷയമല്ല, ഏതായാലും താൻ അവിടെ നിന്ന് ഇവിടം വരെ എന്നെ കൊണ്ടുവിട്ടതല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് അതിശയം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ സുധിയോട് ചന്ദ്ര പറഞ്ഞു, സുധി നീ എന്താ നോക്കി നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ പോയി ഈ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടി തള്ളി വിടുകയാണ്. ശ്രുതിയാണെങ്കിൽ നമ്മുടെ ലഗേജ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയ്യോ ലഗേജ് എടുക്കാൻ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതല്ലേ അമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് എടുത്തോണ്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ പോയി ലഗേജ് എടുക്കുമ്പോഴത്തേക്കുമാണ് ഇളയച്ചൻ ശ്രുതി മോളെ എന്ന് പറഞ്ഞ് ശ്രുതിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞു അതെ ദേഹത്ത് തൊട്ട് കളിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് മാത്രം അങ്ങ് ചെയ്താൽ മതി. വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും എനിക്ക് ഇവിടെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല അതെ ഇവിടെ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ചന്ദ്ര ചോദിച്ചു എന്താ പറഞ്ഞ ക്യാമറയോ? അല്ലല്ല ഇവിടെ വെയിൽ കൂടുതലാന്ന് ഇളയച്ചൻ പറഞ്ഞതാ. അയ്യോ മറന്നുപോയല്ലോ. ഓ ഏതായാലും ക്യാമറ എവിടെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ. അപ്പോഴത്തേക്കും കനമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബായിയൊക്കെ വലിച്ചു പൊക്കി നമ്മുടെ ശ്രുതി എടുത്തിട്ട് ഇതിനകത്ത് എനിക്കുള്ളതായിരിക്കും അല്ലേ എന്ന് പറയാ. നിനക്കുള്ളതായിരിക്കും മോനെ എന്ന് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു. ഏതായാലും വീട്ടിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ് ശ്രുതിയുടെ ഇളയച്ചൻ. അങ്ങനെ നമ്മുടെ ചന്ദ്ര കാണിച്ചു കൊടുക്കുക, ദേ വരുന്ന ശ്രുതിയുടെ ഇളയച്ചൻ, രവിയേട്ട ഇതാ ശ്രുതിയുടെ ഇളയച്ചൻ, ഹായ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചൻ കൈ കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്താണ് കേട്ടോ. ഇളയച്ച ഇതാ എന്റെ അങ്കിള്, ഹലോ ഹൗ ആർ യു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഫൈൻ എന്നൊക്കെ നമ്മുടെ ചന്ദ്രയല്ല നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അച്ചമ്മ ശ്രുതി ഇതല്ലേ നിന്റെ ഇളയച്ചൻ? യെസ് ഐ ആം എന്നൊക്കെ ഇങ്ങനെ പറയാ. യെസ് ഐ ആമോ? അപ്പൊ ഇയാൾ ഈ പറയുന്ന ഇംഗ്ലീഷും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പൊട്ടത്തെറ്റുകളൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു അതിശയം തോന്നുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.